സർക്കാർ റിപ്പോർട്ടർ ടി വിക്ക് അനുമതി കൊടുക്കുമ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന താല്പര്യവുമായിട്ട് മനോരമയോ ഏഷ്യാനെറ്റോ 24 അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടായിരുന്നു? കേരളത്തിലെ ഒരു അരുൺ സാർ, ഇതൊരു വലിയ എമൗണ്ട് വരുന്ന കാര്യമാണ്. ഇത് ചെറിയ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സർക്കാർ എല്ലാവരോടും സമീപിച്ചിട്ടുണ്ടാവുക, നമ്മളോട് മാത്രമല്ല. നമ്മളെന്ന് പറയുന്നത് എന്താ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന സ്ഥാപനമാണ്. നമ്മളെക്കാളൊക്കെ മുൻപ് എല്ലാവരെയും സമീപിച്ചിട്ടുണ്ടാവാം. ഒരു സംവിധാനം സമീപിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഇവൻ്റ് ആണെന്നേ. ഈ പ്രൈവറ്റ് ഇവൻ്റ് അർജന്റീന ഏതെങ്കിലും രാജ്യമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒരു രാജ്യമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. അവരെല്ലാവരും അവിടുത്തെ പ്രൈവറ്റ് ഇവൻറ്റുമായിട്ടേ ചെയ്യുള്ളൂ. കാരണം എന്താണ്, ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. കാരണം ഈ അപ്രൂവൽ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ സമയം മുന്നോട്ട് പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന സംവിധാനം ഈ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് അവർ വില്ലിങ്ങേ ഉള്ളൂ. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം എന്താണ്, ഇത് നമ്മൾ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പണം അയക്കണമല്ലോ. പണം അയക്കാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക? ഇവിടുന്ന് വേറെ ഇന്ത്യയിലൊരു ബാങ്കിൽ തമ്മിലല്ലോ ട്രാൻസാക്ഷൻ നടക്കുന്നത്. വേറൊരു രാജ്യത്തെ ബാങ്കിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേറെ രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ എന്തൊക്കെയാണോ? ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചോട്ടെ, ആന്റോ ശരിക്കും പണം അയച്ചു? അതാണ് ഞാൻ പറയാം, പണം അയച്ചതിൻ്റെ റെസിപ്റ്റാണിത്. ഇതാ പണം അയച്ചത് SBIൻ്റെ റെസിപ്റ്റ്. ഇതാ ഇനി അവർ പൈസ കിട്ടിയെന്ന് പറഞ്ഞ് റെസിപ്റ്റ് എന്നെങ്ങനെയുണ്ടോ? അവർ പിണറായി വിജയൻ ഡയറക്റ്റ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡയറക്റ്റ് അയച്ചു. ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം മാച്ച് ഇൻ കേരള എന്ന് പറഞ്ഞ ഒഫീഷ്യൽ കൺഫർമേഷൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയതിന് ശേഷം അവർ അയച്ചേക്കാണ്. അത് മത്സരം കളിക്കാൻ അതെ, അവർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു, നവംബർ 17 2025. നവംബർ 17, 2025 മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ആരയച്ചിട്ട് നോക്കുക. ഇതാ നോക്കിക്കോളൂ. ക്ലൗഡിയോ ടാപ്പിയ, പ്രസിഡന്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ, നേരിട്ട് അവർ കളിക്കാൻ. ഇതിലാണ് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം തന്നെ അറിഞ്ഞിട്ടേ ഇല്ല. അവിടെ എൻ പ്രശാന്ത് കണ്ടിട്ടില്ലേ? അല്ല, അവർക്കത്തെ എല്ലാം ഉണ്ടെന്നേ. ഇത് ഞാൻ പറയുന്നത്, ഇത് ആരെയാണ് സാറേ, ആരെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇത് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല. അതിലേക്ക് വരാം. ഒരു കാര്യം കൂടി, ഈ ഇത്രയും പണം വിദേശത്തേക്ക് അയക്കുമ്പോൾ, ഒരു ഫുട്ബോൾ ഫെഡറേഷൻ അയക്കുമ്പോൾ അതിനായിട്ടുള്ള അനുമതി, അതിപ്പോൾ ഫൈനാൻസ് മിനിസ്റ്ററുടെ അനുമതി, സ്പോർട്സ് മിനിസ്റ്ററുടെ അനുമതി, RBI അനുമതി, അത് സംബന്ധിച്ചുള്ള നമുക്ക് കേരള ഗവൺമെൻറ് ഓഫ് 2 ഉത്തരവ് വന്നു. ഒന്ന്, നമ്മളെ സൈൻ ചെയ്യാൻ അനുമതി. ഏത്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സൈൻ ചെയ്യാൻ അനുമതി. രണ്ടാമത്, കളി നടത്താനുള്ള അനുമതി. മൂന്നാമത്, കേന്ദ്ര സ്പോർട്സ് മിനിസ്റ്റർക്ക് ഇവിടുന്ന് ലെറ്റർ അയക്കുന്നു. എന്ത്? ഈ എഗ്രിമെൻറ്റ് പ്രകാരം, ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി അടക്കം സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് സ്പോർട്സ് മിനിസ്റ്റർ പറയും, ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഇന്ത്യക്ക് പുറത്തേക്ക് പണം അയക്കണം എന്ന് പറയുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി വേണമെന്ന് പറഞ്ഞു. ഫിനാൻസ് അനുമതി തിരിച്ച് ആർക്ക് കൊടുക്കുന്നു? സ്പോർട്സ് മിനിസ്ട്രിക്കോ അനുമതി. ഏത് കമ്പനിക്കാണ്? ഇതിൻ്റെ കളക്ഷൻ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഈ അഗ്രിമെൻറ്റിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു കളക്ഷൻ ഏജൻറ്റ് വെച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലാ പൈസയും ആ കളക്ഷൻ ഏജൻറ്റാണ് അർജന്റീനേൻ്റെ വാങ്ങുന്നത്. ആ അർജന്റീനയുടെ അസോസിയേഷനിലേക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആര് കൊടുക്കുന്നത്? ഈ പണം ഇത് അയക്കുന്നത്. ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ പണം അയക്കാൻ ടോർപിഡൻഡോർ എന്ന് പറയുന്ന കമ്പനിയാണ്. ടോർപിഡൻഡോർക്ക് പണം അയച്ചോളാൻ പറഞ്ഞിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് മിനിസ്ട്രിക്ക് അനുമതി കൊടുക്കുന്നു. സ്പോർട്സ് മിനിസ്ട്രി അത് ഡയറക്റ്റ് RBIക്ക് കൊടുക്കുന്നു. എന്താണ്? 15 ബില്യൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താം. ഞാൻ PCR കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാവുന്നതാണ്. അത് പ്ലേ ചെയ്യാവുന്നതാണ്. കാരണം ആ PCR അത് കൊടുത്തിരിക്കാനാണ് ഇത് നോക്കിക്കോളൂ. RBIയിലേക്ക് ഡയറക്റ്റ് ഇത് നോക്കിക്കോളൂ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ത്രൂ ദ ഫേം ടോർപിഡൻഡോർ LLC അപ് ടു ക്യാപ് 15 മില്യൺ നെറ്റ് ആൻഡ് ടാക്സ് ഫ്രീ, ടാക്സ് ഇല്ലാതെ 15 കോടി രൂപ അയക്കാമെന്ന് ആര് അനുമതി കൊടുത്തു? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്ക് കൊടുക്കുകയാണ്? ഈ പറഞ്ഞ RBIക്ക് കൊടുക്കുകയാണ്. നമ്മൾ അതുപ്രകാരം നമ്മൾ കാണിക്കുന്നുണ്ടോ? അതുപ്രകാരം നമ്മൾ പണം ആർക്ക് അയക്കുന്നു? അർജന്റീന. ഈ ടോർപിഡൻഡോർ എന്ന കമ്പനി, ടോർപിഡൻഡോർ കേന്ദ്രം അനുമതി തന്ന കമ്പനിയാണ്. അതുമാത്രമല്ല, ഈ എഗ്രിമെൻറ്റ് മെൻഷൻ ചെയ്ത കമ്പനി അതാണ്. നമുക്ക് അവർക്കേ പണം അയക്കാൻ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. ആ പണത്തിലേക്ക് നമ്മൾ പണം അയക്കുന്നു മാത്രമല്ല, എന്നിട്ട് ഈ റിപ്പോർട്ടിൽ പറയുകയാണ് നമ്മൾ പണം അയച്ചിട്ടില്ല എന്ന് പറയുകയാണ്. റിപ്പോർട്ടിൽ നിന്ന് പണം അയച്ചിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതോടൊപ്പം തന്നെ ഈ VD സതീശൻ്റെ കീഴിലുള്ള ധനവകുപ്പ് നമുക്ക് GST നോട്ടീസ് അയക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? നോട്ടീസ് എന്താണ്? GST നോട്ടീസ് അയക്കുന്നത് നമുക്ക് നിങ്ങൾ അയച്ച പണത്തിന് GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു ഭാഗത്ത് സർക്കാർ പറയുന്നു, മനസ്സിലായില്ല. ഒരു ഭാഗത്ത് സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതെ പണമടച്ചതിന് രേഖയില്ലെന്ന്. മറുഭാഗത്ത് അതേ സർക്കാർ പറയാണ് നിങ്ങൾ ഈ പണം അയച്ചതിന്റെ GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ GSTയിലെ രസം എന്താണെന്നറിയോ? ആ GSTയിലെ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, എത്ര പൈസ GST അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എൻക്വയറിയാണ്. നോക്കിയോ, ശാലിനി KK മേക്ക് എൻക്വയറി ഇൻ കണക്ഷൻ വിത്ത് നോൺ പേയ്മെന്റ് ഓഫ് GST അഡ്വാൻസ് പെയ്ഡ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എൻക്വയറി ദ കൺസിഡർ അറ്റൻഡൻസ് നെസസറി ഗീവ് ദ എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് GST നമുക്ക് നോട്ടീസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ നോട്ടീസ് തരുന്ന സമയത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കാണ് GST 26 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് കൊടുത്തു. ഇതെങ്ങനെയാണ് 26 കോടി എവിടെ നിന്ന് കിട്ടിയത്?
ഒരു മാധ്യമം 22 കോടി എന്ന് പറയുന്നു, ഒരു മാധ്യമം 26 കോടി എന്ന് കിട്ടിയെന്ന് പറയുന്നു. Meet the editors.